My dear students, welcome to a new class of chemistry. In the last class, we have discussed about the properties of S-block elements. Periodic table and electronic configuration എന്ന ചാപ്റ്ററിലെ S-block elementsൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് P ബ്ലോക്ക്, അതേപോലെ തന്നെ D ബ്ലോക്ക്, F ബ്ലോക്ക്. അതിൽ P ബ്ലോക്കിനെ കുറിച്ച് അത്ര ഇൻഡെപ്തായിട്ട് പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അത് നോക്കാം നമുക്ക്. അതിൻ്റെ മുമ്പായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. കുട്ടികളെല്ലാവരും അത് നന്നായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് നോൺ ആസ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ദേ ഓൾവേസ് ഷോസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കോസ് their outermost shell contains only 1 electron. And the second group elements known as alkaline earth metals, and it always shows +2 oxidation state because it contains only 2 electrons in the outermost shell. As S block elements always shows definite oxidation state only. That you all studied well. And they always forms metallic compounds, they always form ionic compounds, and so and so. We have studied many properties. Now let's move to P block elements. Let us take an example. Oxygen 8. What's the configuration? 1s2, 2s2, 2p4. 1s2, 2s2, 2p4. If the last electron is filled in p subshell, it belongs to p block. ഒരു എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് വന്ന് ചേരുന്നതെങ്കിൽ ആ എലമെൻറ്റ് ഏത് ബ്ലോക്കിലായിരിക്കും? പി ബ്ലോക്കിലായിരിക്കും. അത് നേരത്തെ നമ്മൾ പഠിച്ച സംഗതിയാണ്. അതേപോലെ പി ബ്ലോക്കിൻ്റെ പീരീഡ് നമ്പർ കണ്ടെത്താൻ അത് ഏത് ബ്ലോക്ക് ആയി കഴിഞ്ഞാലും എസ് ബ്ലോക്ക് ആയാലും പി ബ്ലോക്ക് ആയാലും ഡി ബ്ലോക്ക് ആയാലും നമ്പർ ഓഫ് മെയിൻ ഷെൽ ഇവിടെ എത്രയാണ്? പീരീഡ് നമ്പർ 2 ആയിരിക്കും പീരീഡ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്കറിയാം. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയാണ് ആരുള്ളത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉള്ളത്. 13 മുതൽ 18 ഗ്രൂപ്പിൽ വരെയാണ് ആരുള്ളത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉള്ളത്. സോ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ പി സബ്ഷെൽ ഇവിടെ എത്രയാണ്? 4 + 12 എത്രയാണ്? 16. ഓക്സിജൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 16. ഇതും നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പഠിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ പലപ്പോഴായും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സോ അത് വിട്ട് കളയരുത്. പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ +12. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് ആണ് നമ്മൾ മുമ്പ് പഠിച്ച സംഗതികൾ. ഇനി പുതുതായിട്ട് പഠിക്കാനുള്ളത് വളരെ 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ പി ബ്ലോക്കിൽ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ഈ കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? മെറ്റൽസ്. ഓൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മെറ്റൽസ് നമ്മൾ പഠിച്ചാണ്. ബിക്കോസ് അവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1-2 ഇലക്ട്രോൺ ഉള്ളത്. സോ അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പം എല്ലായ്പ്പോഴും എന്താ ചെയ്യുക? ആ 1-2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. സോ ദേ ഓൾവേസ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ്. സോ ഓൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. അതേസമയം പി ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 16th, 17th, 18th ഗ്രൂപ്പൊക്കെ ആവുന്ന സമയത്ത് 16, 17 അതേപോലെ 15th ഗ്രൂപ്പൊക്കെ എലമെൻറ്റ്സ് എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അവർ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 8 ഇലക്ട്രോൺസ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡൊണേറ്റ് ചെയ്യും, ചിലപ്പം ഗെയിൻ ചെയ്യും. അപ്പോൾ പി ബ്ലോക്കിൻ്റെ ഈ റൈറ്റ് മോസ്റ്റ് എൻഡിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് 15th, 16th, 17th ഗ്രൂപ്പൊക്കെ എത്തുന്ന സമയത്ത് ദേ ഓൾവേസ് ഗെയിൻസ് ഇലക്ട്രോൺ. ഹെൻസ് ദേ ആർ നോൺ മെറ്റൽസ്. സോ പി ബ്ലോക്കിൽ അതേസമയം 13ാമത്തെ ഗ്രൂപ്പിൽ അലുമിനിയം പോലെയുള്ള ആൾക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ അലുമിനിയത്തിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. അലുമിനിയം 13 എന്താ വരിക? 1s2, 2s2, 2p6, 3s2, 3p1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ്. സോ അലുമിനിയം എന്താ ചെയ്യുക? ആ 3 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. Al3+ ആകുക ചെയ്യാം. Al3+. സോ അലുമിനിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റലാണ്. 3s2, 3p ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉള്ളത്. സോ ആ 3 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക. അതേസമയം ഓക്സിജൻ നോക്കുക, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളത്. 6 ഇലക്ട്രോൺ ആണുള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. 6 ഇലക്ട്രോൺസ്. സോ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക. സോ O2-. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രോണെ സ്വീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു സാധനം, ഒരു എലമെൻറ്റ് ഐസൊലേറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത്, ഓക്സിജൻ ഐസൊലേറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് 8 ഇലക്ട്രോൺസും 8 പ്രോട്ടോൺസും ഉള്ളത്. അതായത് 8 നെഗറ്റീവ് ചാർജും 8 പോസിറ്റീവ് ചാർജും. 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ 2 നെഗറ്റീവ് ചാർജ് കൂടുതലായി. അതാണ് O2-.
അതേപോലെ 3 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പറഞ്ഞാൽ 3 നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് പോയി. സോ Al3+. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്താണ്. ഇത് ഡി ബ്ലോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് നമുക്ക് വീണ്ടും ആവശ്യമുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും കേൾക്കാത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലാവാത്തോ പഠിക്കാത്തവരോ ഉണ്ടെങ്കിൽ വീണ്ടും അതൊന്നുകൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് കേൾക്കാവൂ. കാരണം ഇത് നമുക്ക് അടുത്ത ഡി ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനമാണ്. എനിവേ O2- Al3+. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പി ബ്ലോക്ക് എലമെൻസിൽ മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, അതേപോലെ തന്നെ മെറ്റലോയിഡ്സും ഉണ്ട്. വി ഷോസ് ബോത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 1.5 അതൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഫിഗർ 1.5 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് കളേർഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. സോ പി ബ്ലോക്ക് കണ്ടെയ്ൻസ് ഓൾ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. അതാണ് പി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാനുള്ളത്. പി ബ്ലോക്ക് എലമെൻറ്റ് കണ്ടെയ്ൻസ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ് ആൾസോ. 18ാമത്തെ ഗ്രൂപ്പിലുള്ള നമുക്കറിയാം ഹീലിയം, ആർഗൺ, നിയോൺ പോലെയുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ആർഗൺ 18 എടുക്കുകയാണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് അവരെ പിന്നെ ഇനേർട്ട് ഗ്യാസസ്, അവർ കെമിക്കൽ റിയാക്ഷനിൽ അവർക്ക് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ്, ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത് ആർഗൺ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഔട്ടർ മാസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഏത് നോക്കി എടുക്കുകയാണെങ്കിലും അവരൊക്കെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അതിൽ ഹീലിയം ഒഴികെ. ഹീലിയത്തിന് ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഹീലിയം ഡുപ്ലറ്റ്ലി ഫിൽഡ് എന്നാണ് പറയാനുള്ളത്. ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺ എന്താണ്? ഫുള്ളാണ്. സോ പി ബ്ലോക്ക് എലമെൻറ്റ്സ് കണ്ടെയ്ൻസ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ്. ഫിഗർ 1.5 നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോബിൾ ഗ്യാസസ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് പി ബ്ലോക്ക് എലമെൻ്റ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ദേ ഇൻക്ലൂഡ്സ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ്. വേറെ ഒരു പ്രോപ്പർട്ടി, ഈ പി ബ്ലോക്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്, ഗ്യാസി സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൾസോ. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസി സ്റ്റേറ്റ്, 3 സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സും എവിടെ ഉണ്ട്? പി ബ്ലോക്ക് എലമെൻറ്റ്സിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വേറെ 1-2 പോയിന്റ് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണ്. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ദേ ഷോസ് ഡെഫിനിറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആൻഡ് +2. പക്ഷേ പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് കാണിക്കുന്നവരുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുണ്ട്, പോസിറ്റീവ് കാണിക്കുന്നവരുണ്ട്. ആർഗൺ ആണെങ്കിൽ 0 ആണ്, 0 കാണിക്കുന്നവരുണ്ട്. സോ ഇറ്റ് ഷോസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ. പക്ഷേ ശ്രദ്ധിക്കണം, ഒരാൾ തന്നെ ഡിഫറൻറ്റ് കാണിക്കുന്നുണ്ടോ? ഓക്സിജൻ നെഗറ്റീവ് പോസിറ്റീവ് കാണിക്കുന്നുണ്ടോ? നോ. ഒരാൾ ഡെഫിനറ്റ് ആയിട്ട് തന്നെ കാണിക്കുള്ളൂ, ഒരു സംശയമില്ല. ഒരു ഗ്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്ലോറിൻ 17 എന്താണ് വരിക? 1s2, 2s2, 2p6, 3s2, 3p5. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. സോ ക്ലോറിൻ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ NaCl എക്സാമ്പിൾ വെച്ച് ചെയ്താണ് Cl-1, Cl-. അഥവാ പി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബട്ട് ഫോർ എ സിംഗിൾ എലമെൻറ്റ്, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ എലമെൻറ്റ് എന്ത് ചെയ്യുന്നില്ല? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡെഫിനിറ്റ് ആണ്. സോ Al3+, അതേപോലെ തന്നെ Cl-, F-, ഫ്ലോറിൻ -, O2-, അതൊക്കെ തന്നെ എന്താണ്? ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഓക്സിഡേഷൻ ചാർട്ട് കാണിക്കുന്നതിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് പി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അത്ര ഇൻഡെപ്തായിട്ട് നമുക്ക് പഠിക്കാനില്ല ഇതിൽ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. ഇവർ പിന്നെ 2 എലമെൻറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുലൊക്കെ വെച്ചിട്ട് അത് നമ്മൾ ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ NaCl എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തന്നാണ്, അത് ഓർമ്മയിലുണ്ടാവാം. എനിവേ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇഫ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ പി സബ്ഷെൽ ഇറ്റ് ബിലോങ്സ് ടു പി ബ്ലോക്ക്. പിന്നെ അതേപോലെ തന്നെ ടു ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് വി നീഡ് ടു ആഡ് 12 ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ. പി സബ്ഷെൽ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോട് കൂടെ എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം.
അതേപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ കാറ്റഗറീസ് ഓഫ് എലമെൻറ്റ്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ കാറ്റഗറീസ് ഓഫ് എലമെൻറ്റ്സ്, ദാറ്റ് ഇസ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. ഇറ്റ് ആൾസോ ഷോസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ പോയിൻറ്റ്സുകൾ ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുള്ളതും അതേപോലെ തന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. സോ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെൻറ്റ്സ് ആണ് ഡി ബ്ലോക്കിലുള്ളത്. അതിന് മുമ്പായിട്ട് എസ് ബ്ലോക്കും അതേപോലെ തന്നെ പി ബ്ലോക്കിനെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്? എസിനെയും പിന്നെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. അത് കാരണം വേറൊന്നുമില്ല, അവർക്കൊരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് +1 മാത്രം, സെക്കൻഡ് ഗ്രൂപ്പ് +2 മാത്രം. അതേപോലെ തന്നെ പി ബ്ലോക്കിന് നമുക്കൊരു കോമൺ പ്രോപ്പർട്ടി പറയാൻ പറ്റും. അതുകൊണ്ട് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് ആരെ വിളിക്കുന്നത്? എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഡി ബ്ലോക്കിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്താണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വേരിയേഷൻ, ഒരു ചേഞ്ച് ഉണ്ടാകുന്നതിന് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുള്ള പേര് കൊടുക്കാണ്ടായ കാരണം എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇഫ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ഡി സബ്ഷെൽ ഇറ്റ് ബിലോങ്സ് ടു ഡി ബ്ലോക്ക്. നമുക്കൊന്ന് 2-3 എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സ്കാൻഡിയം 21 എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6. നമുക്കറിയാം 3p കഴിഞ്ഞാൽ 3d അല്ല, 4sൽ ഫില്ലായി 4s2 3d1 4s2 3d1. അതിൽ വേറൊരു എക്സാമ്പിൾ മാംഗനീസ് 25 എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 4s2 3d5. എല്ലാവർക്കും അറിയുന്നതാണ്. Fe26 കൂടെ എഴുതി നോക്കും. 1s2 2s2 2p6 3s2 3p6 3d6 4s2 3d6 4s2 3d6 4s2. ഇനി ഇവിടെ ശ്രദ്ധിച്ചു, നമ്മൾ പറഞ്ഞു ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് 4sലാണോ? അല്ല, 3dയിലാണ്. അതുകൊണ്ടാണ് ഇത് ഏത് ബ്ലോക്ക് ആയത്? ഡി ബ്ലോക്ക് ആയത്. ശ്രദ്ധിക്കണം, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ പിന്നെ ബ്ലോക്ക് ചോദിക്കുന്ന സമയത്ത് ഇവിടെ 4s കണ്ട് ചില കുട്ടികൾ എസ് ബ്ലോക്ക് എന്ന് ഉറക്കെ വിളിച്ച് പറയും. ദാറ്റ്സ് റോങ്. ഇഫ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇസ് ഫിൽഡ് ഇൻ ഡി സബ്ഷെൽ ഇറ്റ് ബിലോങ്സ് ടു ഡി ബ്ലോക്ക്. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതി ശീലിക്കുന്നു എന്നൊക്കെ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. കാരണം ഇതാണ് ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതി. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്. അത് അടുത്ത ടോപ്പിക്കൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിവേ, പിന്നെ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഡി ആൻഡ് എസ് സബ്ഷെൽ. ഔട്ടർ മോസ്റ്റ് ഡി ആൻഡ് എസ് സബ്ഷെൽ എത്ര വരിക? 3. അതേപോലെ തന്നെ ഇതിൻ്റെ എത്ര വരും? മാംഗനീസ് എത്ര വരും? 5 + 2 7. എഫിൻ്റെ അയണിൻ്റെ എത്ര വരും? 6 + 2 8. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെൽ. ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെൽ. ആഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെൽ. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ആഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെൽ. ഇനി നമുക്ക് ഡി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പൊതുവേ ഇപ്പോൾ എസ് ബ്ലോക്ക് എടുക്കുകയാണെങ്കിലും പി ബ്ലോക്ക് എടുക്കുകയാണെങ്കിലും ഒക്കെ ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? സെയിം ആണ്. ഇപ്പോൾ എസ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ പിന്നെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് ദേ ഓൾവേസ് ഡൊണേറ്റ്സ് 1 ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഓൾവേസ് അറ്റൈൻസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാനുള്ള കാരണം. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിന് നോക്കുകയാണെങ്കിൽ ദേ ഓൾവേസ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദേ ഓൾവേസ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതും നമ്മൾ പഠിച്ചതാണ്. അതായത് ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ പി ബ്ലോക്ക് ആയാലും എസ് ബ്ലോക്ക് ആയാലും ഡി ബ്ലോക്ക് എടുക്കാൻ കഴിഞ്ഞാലൊക്കെ അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് സെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഗ്രൂപ്പിൽ അവർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും.
അത് പീരിയോഡിക് ടേബിളിൻ്റെ തന്നെ ഒരു തത്വമാണ്, ഒരു സംശയമില്ല അതിൽ. പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഏത് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിലും അവരുടെ ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. സോ പീരിയോഡിക് ടേബിളിൽ മീൻസ് ഗ്രൂപ്പിൽ എന്ത് കാണിക്കുന്നുണ്ട്, സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എന്നാൽ ഡി ബ്ലോക്കിൻ്റെ കേസിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇവിടെ നോക്കൂ, സ്കാൻഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എത്രയാണ്? 2. മാംഗനീസ് എത്രയാണ്? 2. Fe എത്രയാണ്? 2. ഇതൊക്കെ തന്നെ ഏത് പീരീഡിലാണ്? ഇത് 4ാമത്തെ പീരീഡിലാണ്, ഇത് 4ാമത്തെ പീരീഡിലാണ്, ഇത് 4ാമത്തെ പീരീഡിലാണ്. അതാണ് ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ്, ശ്രദ്ധിച്ചോ, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എന്തായാലും സിമിലാരിറ്റി കാണിക്കും, ഒരു സംശയമില്ല. ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും എന്ത് ചെയ്യുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് സിമിലാരിറ്റി, സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. നോട്ട് ഓൺലി ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ് ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും എന്ത് കാണിക്കുന്നുണ്ട്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നും എന്തല്ല, ഇൻ പീരീഡ് ദേ ആൾസോ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതിൻ്റെ കാരണം എന്താ? ഔട്ടർ മോസ്റ്റ് സെല്ലിലല്ല ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്, അതിൻ്റെ തൊട്ടു മുന്നിലുള്ള സെല്ലിലാണ്. 3D വരുന്നത്. അതുകൊണ്ട് ഇവരുടെ ഔട്ടർ മോസ്റ്റ് സെല്ലിലുള്ള ഇലക്ട്രോൺസ് സെയിം ആണ്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നത്? പീരീഡിലും രാസഗുണങ്ങളിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കാനുള്ള കാരണം. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ശ്രദ്ധിക്കണം, ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എല്ലാവരും കാണിക്കുന്നുണ്ട്, ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. അതൊരു ബോക്സിലാക്കിയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അത്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ നോട്ട് ഓൺലി ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ് ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ത് കാണിക്കുന്നുണ്ട്? പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു. ബിക്കോസ് ദേ കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദ പീരീഡ് ആൾസോ. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഞാൻ പറയുന്ന എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്യുന്നതിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ. ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് അവരുടെ പ്രോപ്പർട്ടിയൊക്കെ എന്ത് ചെയ്യുന്നത്? ഡിസൈഡ് ചെയ്യുന്നത്. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ് ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. ആ പോയിന്റ് നോട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് സിമിലാരിറ്റി properties not only in group but also in period. ഈ പോയിന്റുകൾ നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് എഴുതിയത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ഇലാബറേറ്റ് വേർഷൻ ഉണ്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ് ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. സെക്കൻഡ് പോയിന്റ്, ദേ ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പബ്ലിക് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അഥവാ നമ്മൾ നേരത്തെ പഠിച്ച എസ് ബ്ലോക്ക് ആയാലും പി ബ്ലോക്ക് ആയാലും ദേ ഷോസ് ഡെഫിനിറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൺലി. ഇപ്പോൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എല്ലാവരും എത്ര കാണിക്കുന്നത്? +1. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ +2. പി ബ്ലോക്കിൽ ആസ് എ ഗ്രൂപ്പ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ പോസിറ്റീവ് കാണിക്കുന്നവരുണ്ട്, നെഗറ്റീവ് കാണിക്കുന്നവരുണ്ട്. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പി ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, വ്യത്യസ്തത കാണിക്കുന്നില്ല. പക്ഷേ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഈ മാംഗനീസ് ആവട്ടെ, അയൺ ആവട്ടെ, സ്കാൻഡി ആവട്ടെ, ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരാൾ തന്നെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ഇപ്പം FeCl2 ഫെറസ് ക്ലോറൈഡ്, FeCl3 ഫെറിക് ക്ലോറൈഡ്, FeCl2 ആൻഡ് FeCl3. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റൊക്കെ ഇതിന് ആവശ്യമുണ്ട്, ശ്രദ്ധിച്ചോ. FeCl2 എന്ന് പറഞ്ഞാൽ ഫെറസ് ക്ലോറൈഡാണ്, FeCl2 എന്ന് പറഞ്ഞാൽ ഫെറിക് ക്ലോറൈഡാണ്. ഇവിടുത്തെ ഡി ബ്ലോക്ക് എലമെൻ്റ് ഏതാണ്? എല്ലാവർക്കും അറിയാം, Fe ആണ്. ക്ലോറിൻ പി ബ്ലോക്കിലാണുള്ളത്. ഡി ബ്ലോക്ക് എലമെൻ്റ് ഏതാണ്?
Fe. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഈ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തണം. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം, പിന്നെ 17 ആണ്. എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p5. നമുക്കറിയാം ഒരു ക്ലോറിന് സ്റ്റേബിൾ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ വേണം. ഒരു കോമ്പൗണ്ടിൻ്റെ മൊത്തം ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താൻ 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഓൾറെഡി നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചാണ്. അതിൻ്റെ പുറമെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചൊന്നും അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ വേറൊരു രീതി കൂടി പറഞ്ഞില്ല. ഒരു കോമ്പൗണ്ടിൻ്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ FeCl2 എന്നുള്ള കോമ്പൗണ്ടിൽ Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ, ഇത് നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താൻ ഒന്നെങ്കിൽ കൺസെപ്ഷ്യലായിട്ട് കണ്ടെത്താം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്താം. ആദ്യം ഞാൻ എങ്ങനെ കൺസെപ്ഷ്യലായിട്ട് കണ്ടെത്താം എന്നുള്ളത് പറഞ്ഞുതരാം. വളരെ ഈസിയാണ് കൺസെപ്ഷ്യൽ മെത്തേഡ്. അതാണ് നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആവുന്നത്. ക്ലോറിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. ക്ലോറിൻ സ്റ്റേബിൾ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ വേണം. പക്ഷേ ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ ക്ലോറിന് ടോട്ടൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. അത് കൊടുക്കാൻ ഇവിടെ എത്ര ആളുണ്ട്? ഒരേ ഒരു Fe മാത്രം. സോ ആ 2 ഇലക്ട്രോൺ ആര് കൊടുക്കും? Fe കൊടുക്കും. സോ Fe2 + Cl- 2 ആകുമ്പോൾ ടോട്ടൽ 2 - അങ്ങനെ ടോട്ടൽ 0. സോ FeCl2ൽ Fൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? Fe2+. ഇനി ഇതന്നെ കൺസെപ്ഷ്യലായിട്ട് കാണുന്നത് എങ്ങനെയാണ് നോക്കിക്കോ. കൺസെപ്ഷ്യലായിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fൻ്റെത് നമുക്കറിയില്ല, അത് X എന്ന് എടുക്കുക. പക്ഷേ ക്ലോറിൻ്റെ നമുക്കറിയാം -1 ആണ്. കാരണം ക്ലോറിന് 1 ഇലക്ട്രോൺ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു ടോട്ടൽ എന്താണ്? 0 ആണ്. സോ X പ്ലസ് ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. 2 × -1 ടോട്ടൽ എന്താ വരിക? 0. Fൻ്റെത് നമ്മൾ X എന്ന് എടുത്തു, നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് X എന്ന് എടുത്തു. ക്ലോറിൻ്റെത് -1 ആണ് നമുക്കറിയാം, പക്ഷേ 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 2 × -1 ടോട്ടൽ 0. സോ X 2 × -1 എന്താ? -2. സോ X - 2 = 0. ദാറ്റ് ഈസ് X +2 എന്നല്ല നമുക്കിവിടെ കിട്ടി. +2 അല്ലെങ്കിൽ 2+, +2 അല്ലെങ്കിൽ 2+, വാട്ട് എവർ ഇറ്റ് മേ ബി. സോ Fe2+. ഇനി FeCl3ൽ നോക്കൂ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറയും. FeCl3ൽ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക? ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. 1 ക്ലോറിൻ 1 ഇലക്ട്രോൺ വേണം. ആ 3 ഇലക്ട്രോൺ വേണ്ട. അപ്പോൾ ടോട്ടൽ 3 ഇലക്ട്രോൺ കൊടുക്കാൻ ഇവിടെ എത്ര Fe ഉണ്ട്? ഒരേ ഒരു Fe. സോ Fe3+. ഇനി ഇത് ഇക്വേഷൻ വെച്ച് കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, Fൻ്റെത് നമുക്കറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? X എന്ന് എടുക്കണം. സോ X + 3 × -1 = 0. X - 3 = 0. 3 × -1 എന്താണ്? -3. X +3. അതിനെല്ലാം നമുക്ക് കിട്ടിയ Fe3+. 3+ എന്നും പറയാം, +3 എന്ന് പറയാം കേട്ടോ, കുഴപ്പമില്ല. സോ ഇവിടെ നോക്കൂ, ഈ Fe എന്ന് പറയുന്ന സാധനം ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അത് FeCl2 ഫെറസ് ക്ലോറൈഡ് ആകുന്ന സമയത്ത് 2+ ആണ് കാണിക്കുന്നത്. ഫെറിക് ക്ലോറൈഡ് ആകുന്ന സമയത്ത് 3+. അതാണ് പറഞ്ഞത് ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരാളെന്നല്ലേ ഈ കാണിച്ചത്? Fe നെ 2+ഉം കാണിച്ചു, 3+ഉം കാണിച്ചു. ദാറ്റ് ഈസ് വൈ ദേ കോൾഡ് ആസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. അത് ഈ സംഭവം മനസ്സിലാക്കി. ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്താണെങ്കിൽ എന്താ വരിക? ഇപ്പോൾ Fe26 അല്ലേ, എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 4s2 3d6. അപ്പോൾ Fe2+ൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും വരിക? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തില്ലേ? ആ 2 ഇലക്ട്രോൺ എവിടെ നിന്നാണ് ആദ്യം പോവുക? ലാസ്റ്റ് ഫില്ല് ചെയ്തതിനാണോ? അല്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് പോവുക. കാരണം നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ഏറ്റവും കുറവുള്ള, നമ്മൾ S ബ്ലോക്കിൻ്റെ കേസിൽ പഠിച്ചാണ്, അയണൈസേഷൻ എനർജി ഒക്കെ പറഞ്ഞാണ്. ഈ അയണൈസേഷൻ എനർജി പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടു. ഈ P ബ്ലോക്കിൻ്റെ കേസിൽ P ബ്ലോക്കിന് പൊതുവെ എന്തായിരിക്കും? ഹൈ അയണൈസേഷൻ എനർജിയും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി ആയിരിക്കും. ആ ഒരു പോയിന്റും കൂടെ അവിടെ നോട്ട് ചെയ്തേക്കണം. നേരത്തെ പറഞ്ഞതിൽ വിട്ട ഒരു പോയിന്റാണ്. S ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞു ലോ അയണൈസേഷൻ എനർജിയും ലോ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. പക്ഷേ P ബ്ലോക്ക് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് മോസ്റ്റ് എൻഡിലായതുകൊണ്ട് ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നതുകൊണ്ട് അയണൈസേഷൻ എനർജിയും കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടുതലായിരിക്കും. പീരിയോഡിക് ടേബിൾ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആളാണ് ആര്? ഫ്ലോറിൻ. അത് കിടക്കുന്നത് 17ാമത്തെ ഗ്രൂപ്പിലാണ് പീരിയോഡിക് ടേബിളിൽ. അതേപോലെ അയണൈസേഷൻ എനർജി വളരെ കൂടുതലുള്ള ആൾക്കാരാണ് നോബൽ ഗ്യാസസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. എനിവേ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ആദ്യം ഇലക്ട്രോണെ പോവുക. സോ Fe2+ പറഞ്ഞാൽ 2 ഇലക്ട്രോൺ എവിടെ നിന്ന് വിട്ടു കൊടുക്കും? 4s എന്ന് പോകും. അപ്പോൾ എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 3d6 3p6 3d6.
ഇനി Fe3+ നോക്കൂ. Fe3+ പറഞ്ഞാൽ 3 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കൂ? 3 ക്ലോറിൻ ആറ്റങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ 2 എണ്ണം 4s എന്ന് പോകും. പിന്നെ ഒന്ന് എവിടുന്നാ പോവുക? 4s എന്നെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ 3D എന്നാണ് പോവുക. തൊട്ട് മുമ്പത്തെ സെല്ലിൽ നിന്ന് പോകും. സ്വന്തം വരും 1s2 2s2 2p6 3s2 3p6 3d5. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കോൺഫിഗറേഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അന്നേരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രോൺ എഴുതുന്നതിന് ഏറ്റവും ആദ്യം പോകേണ്ട ഔട്ടർമോസ്റ്റ് സെല്ലിൽ നിന്ന്, പിന്നെ അതിൻ്റെ മുമ്പത്തെ സെല്ലിൽ നിന്ന് പോകുള്ളൂ. സോ ഇതാണ് നമ്മളെ പോയിന്റ്. ഡി ബ്ലോക്ക് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൻ്റെ റീസണാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ SP ബ്ലോക്ക് എലമെൻറ്റ്സ് ഒക്കെ ഔട്ടർ മോസ്റ്റിൽ നിന്ന് മാത്രമേ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയുള്ളൂ. പക്ഷേ ഡി ബ്ലോക്ക് മാത്രം ഔട്ടർ മോസ്റ്റിൽ നിന്നും വിട്ടു കൊടുക്കുന്നുണ്ട്, തൊട്ടുള്ളിലുള്ള പെനൽറ്റിമേറ്റ് ഷെല്ലിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം 4sനേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്? 3Dക്ക്. അതുകൊണ്ടാണല്ലോ 4sൽ ഇലക്ട്രോൺ ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം 3Dയിലേക്ക് വരുന്നത്. പക്ഷേ ഈ 4sഉം 3Dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 4ാമത്തെ പേജിലായിക്കൊണ്ട് നമ്മളൊരു ഡയഗ്രാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ എനർജീനെ വെച്ചിട്ടില്ലേ. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവരിൽ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്താണ്? വളരെ കുറവാണ്. ഇറ്റ് ഈസ് വെരി സ്മോൾ. വളരെ കുറവായതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് എലമെൻസിന് വളരെ ഈസി ആയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 4sന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ പറ്റും, 3Dന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ പറ്റും. എനർജി ഡിഫറൻസ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കുറഞ്ഞ എനർജി കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിന്ന് വരെ ഇലക്ട്രോൺ നമുക്ക് വിട്ടുകിട്ടും. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ടർമോസ്റ്റ് 4s ആൻഡ് പ്രീസീഡിങ് 3D സബ്ഷെൽ ഈസ് വെരി സ്മോൾ. ഔട്ടർമോസ്റ്റ് 4s ആൻഡ് പ്രീസീഡിങ് 3D subshell is very small. Hence, under suitable condition, both the electrons from 3D and 4s subshell take part in chemical reaction, and hence they shows D block element shows variable oxidation state. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. Why D block element shows variable oxidation state? Because the energy difference between the outermost 3D and 4s subshell is very small. So hence under suitable condition വന്നു കഴിഞ്ഞാൽ both the electrons from 3D and 4s take part in the chemical reaction, and hence it shows variable oxidation state. ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളായിട്ട് കൊടുത്തിട്ടുണ്ട്, ആ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. D block element shows variable oxidation state. Why? Because the energy difference between the outermost 3D and 4s subshell is very small. So hence under suitable condition, both the electrons from 3D and 4s subshell take part in chemical reaction. So under suitable condition, both the electrons from 3D and 4s subshell take part in chemical reaction. Hence it shows variable oxidation state. So ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഒരു 4 എക്സാമ്പിൾ നോക്കാം. MnCl2 മാംഗനീസ് ക്ലോറൈഡ്. അതിലെ ഡി ബ്ലോക്ക് എലമെൻ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അതേപോലെ തന്നെ അതിൻ്റെ എന്തും കണ്ടെത്തണം, പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും കണ്ടെത്തണം. MnO2 Mn2O3 Mn2O7. ഈ 4 കോമ്പൗണ്ട്സിലെ ഡി ബ്ലോക്ക് എലമെൻ്റ് ഏതാണെന്നുള്ളതും അതിൻ്റെ ഓക്സിഡൻ സ്റ്റേറ്റുമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ശ്രദ്ധിച്ചോ. ഇതിലെ ഡി ബ്ലോക്ക് എലമെൻ്റ് ഏതാണ്? നമുക്കറിയാം മാംഗനീസ് ആണ്. എല്ലാത്തിലെയും ഡി ബ്ലോക്ക് എലമെൻ്റ് ഏതാണ്? മാംഗനീസ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തണം നമുക്ക്. ഇതിലെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് MnCl2 നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. കൺസെപ്ഷ്യലായിട്ട് നമുക്ക് കണ്ടെത്താം, ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. MnCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോറിന് എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ വേണം. ഇവിടെ നമുക്ക് 3s2 3p5 1 ഇലക്ട്രോൺ വേണം. സോ MnCl2 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. അത് കൊടുക്കാൻ ഇവിടെ എത്ര മാംഗനീസ് ഉണ്ട്? 1 മാംഗനീസ്. സോ Mn2+. മാംഗനീസിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 25 ആണ്. എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 3d5 4s2 So Mn2+ എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 3d5.
ഔട്ടർ മോസ്റ്റ് 4s എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ വിട്ട് കൊടുക്കും. അപ്പോൾ എന്തുണ്ടാവും, Mn2 പ്ലസ് പറഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3d5 3d5. ഇനി അടുത്ത MnO2 ആണ്. ശ്രദ്ധിക്കണം, MnO2 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. എന്താ കോൺഫിഗറേഷൻ, 1s2 2s2 2p4. ഔട്ടർ മോസ്റ്റ് എല്ലാത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജന് സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ കിട്ടണം, 2 ഇലക്ട്രോൺ കിട്ടണം. ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോൺ കിട്ടണം, 2 ഇലക്ട്രോൺ കിട്ടണം. കാരണം ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 6 ഇലക്ട്രോൺ ഉള്ളത്. ഓക്സിജൻ നമുക്കറിയാം 2- ആണ് അതിൻ്റെ ചാർജ്, 2- ആണ്. സോ ഒരു ഓക്സിജന് 2 വേണം. അപ്പോൾ 2 ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വേണം, മൊത്തം 4 ഇലക്ട്രോൺ വേണം. പക്ഷേ കൊടുക്കാൻ എത്ര മാംഗനീസേ ഉള്ളൂ, ഒരു മാംഗനീസ്. സോ Mn4+, Mn4+. എന്താ കോൺഫിഗറേഷൻ വരിക, 1s2 2s2 2p6 3s2 3p6 4s 2 പോകും. പിന്നെ ബാക്കി 2 എവിടുന്നാ പോവുക, 3d 3d3. അതിൻ്റെ കാരണം എന്താ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഔട്ടർ മോസ്റ്റ് 3d 4s തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്താണ്, വളരെ കുറവാണ്. സോ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ബോത്ത് ദ ഇലക്ട്രോൺസ് ഫ്രം 3d ആൻഡ് 4s ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സോ 4s ഇലക്ട്രോൺ പോകും, 3d പോകും. സോ MnO2 എന്താണ്, Mn4+. ഇനി അതൊന്നും നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടാലോ. MnO2 ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് വെച്ച് കണ്ടാൽ മതി. 2 രീതിയും പറഞ്ഞെന്ന് മാത്രം. അതൊക്കെ ചെറിയ ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. MnO2 നമുക്ക് ഈ Mnൻ്റെ അറിയില്ല, അത് x എന്ന് എടുക്കാം. ഓൻ്റെ എന്താണ്, -2 ആണ്. സോ x + 2 × -2 അല്ലേ, 2 ഓക്സിജനിൽ ടോട്ടൽ എന്താണ്, 0. സോ x - 4 = 0. ദാറ്റ് ഈസ് x = +4. സിംപ്ലൈസ് x = +4. അതാണ് ഇവിടെ കിട്ടിയത്, 4+. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് Mn2O3. അതൊന്ന് കൺസെപ്ഷ്യലായിട്ട് ആലോചിച്ച് നോക്കൂ. വളരെ സിമ്പിളാണ്. ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കൺസെപ്ഷ്യലായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. Mn2O3 ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്. ഒരു ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം. -2 ആവാനുള്ള കാരണം എന്താണ്, ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 6 ആണ് ഔട്ടർ മോസ്റ്റിൽ, 2 ഇലക്ട്രോൺ സ്വീകരിക്കുക ചെയ്യുക, 2 നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ചാർജ് വരുന്ന കൺസെപ്റ്റൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം. സോ പിന്നെ -2 ആയതുകൊണ്ട് തന്നെ 3 ഓക്സിജൻ 3 × 2 6 ഇലക്ട്രോൺ മൊത്തം വേണം. പക്ഷേ ഇവിടെ 2 മാംഗനീസ് ഉണ്ട് കൊടുക്കാൻ. സോ ഒരു മാംഗനീസ് എത്ര കൊടുത്താൽ മതി, 3 കൊടുത്താൽ മതി. Mn3+. Mn3+. ക്ലിയർ? Mn3+. എന്താ കോൺഫിഗറേഷൻ വരിക, 1s2 2s2 2p6 3s2 3p6 4s 2 പോകും, 3d പോകും, 3d4. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, 3 ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജന് 2 ഇലക്ട്രോൺ. സോ 3 ഓക്സിജന് മൊത്തത്തിൽ ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ വേണം. പക്ഷെ ഇവിടെ കൊടുക്കാൻ 2 മാംഗനീസ് ഉണ്ട്. സോ ഒരു മാംഗനീസ് എത്ര കൊടുത്താൽ മതി, 3. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി അത് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ കാണാം, ഇവിടെ ശ്രദ്ധിച്ചോ. അത് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ കാണാമെന്നുള്ളത് ശ്രദ്ധിച്ചോ. നമുക്കറിയാം മാംഗനീസിൻ്റെ നമുക്കറിയില്ല, അതെടുക്കാം, നമുക്ക് x എന്ന് എടുക്കാം. അപ്പോൾ 2x പ്ലസ് ഓക്സിജൻ്റെ എന്താണ്, -2. 3 × -2 = 0. ടോട്ടൽ എന്താണ്, ഒരു കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, 0. സോ 2x - 6 = 0, which implies 2x - 6 അപ്പുറത്ത് പോകുമ്പോൾ +6 ആവും, +6, which implies x = 6/2, that is +3. അതാണ് ഇവിടെ കിട്ടിയത്, 3+. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഈ ഇക്വേഷൻ വഴി കണ്ടെത്തുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് അത് കണ്ടാൽ മതി. എല്ലപ്പോഴും ഇക്വേഷൻ വെച്ച് കാണണമെന്നില്ല. 1 2 3 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി Mn2O7. Mn2O7 ഇവിടെ 7 ഓക്സിജൻ ആറ്റം ഉണ്ട്. നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കൂ, ജസ്റ്റ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടെത്തി നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും അന്നേരം. Mn2O7 പിന്നെ ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ വേണം, 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ 7 എണ്ണത്തിന് മൊത്തം എത്ര വേണം, 14 എണ്ണം വേണം, 14 ഇലക്ട്രോൺ. പക്ഷേ അവിടെ കൊടുക്കാൻ എത്ര മാംഗനീസ് ഉണ്ട്, 2 മാംഗനീസ് ഉണ്ട്. സോ ഒരു മാംഗനീസ് എത്ര കൊടുത്താൽ മതി, 7 എണ്ണം കൊടുത്താൽ മതി. സോ മാംഗനീസിന് എന്താ വരിക, +7. Mn7+. എന്താ കോൺഫിഗറേഷൻ വരിക, 1s2 2s2 2p6 3s2 3p6. D 5 പോവും, S 2 പോവും. Mn+7 +7 അല്ലെങ്കിൽ 7+. Mn7+ എന്താ പറയുക, 1s2 2s2 2p6 3s2 3p6. 3d 5 പോവും, 4s 2 പോവും.
അപ്പോൾ അതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ ഡി ബ്ലോക്കിന് മാത്രമേ കഴിയുള്ളൂ. കാരണം ഔട്ടർ മോസ്റ്റ് 3D ആൻഡ് 4s തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്താണ്? വെരി സ്മോൾ. സോ ആൻഡ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ബോത്ത് ദ ഇലക്ട്രോൺസ് ഫ്രം 3D ആൻഡ് 4s ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഇത് ഇക്വേഷൻ വെച്ച് കാണാനാണെങ്കിൽ ഇത് എക്സ് എന്ന് എടുത്തോ, Mn2O7 അല്ലേ, 2x പ്ലസ് 7 × -2, ഓക്സിജൻ -2 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ നമുക്ക് അറിയാത്തതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. അങ്ങനെ അറിയാത്തതൊന്നും ചോദിക്കില്ല. പൊതുവേ ക്ലോറിനും ഓക്സിജൻ വെച്ചിട്ടുള്ളതാണ് ചോദിക്കുക. ക്ലോറിൻ -1 ആണെന്നുള്ളതും ഓക്സിജൻ -2 ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. അത് പിന്നെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. 2-3 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഈക്വൽ ടു എന്താണ്? 0. സോ 2x 7 × -2 എന്താ? -14 is equal to 0. That is 2x is equal to 14. x is equal to 14/2 which implies x is equal to 14/2 plus 7. ഇതാണ് +7. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നുള്ളതിന് കുറേ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് 1-2-3 എക്സാമ്പിൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി ബ്ലോക്കിൻ്റെ ഈ പ്രോപ്പർട്ടി. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി മൂന്നാമതായിട്ട് ഫൈനലി ആയിട്ട് ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത് ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. അത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഏത് കുട്ടികളും ആദ്യം വിളിച്ച് പറയൽ ഇതാണ്, ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് കളേർഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. ഞാൻ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ കളറാണ് ബ്ലൂ. ബ്ലൂ കളറാണ് എന്ത്? കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ്. അതേപോലെ തന്നെ ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റ് ഗ്രീൻ കളറാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും കളറാണ് ഞാൻ പറയുന്നത്. കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. ഫെറസ് സൾഫേറ്റിൻ്റെ കളറാണ് ഗ്രീൻ കളറാണ്. ഇതാണ് ഗ്രീൻ കളറ്. അതേപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറാണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത വേറൊന്നാണ് കൊബാൾട്ട് നൈട്രേറ്റ്. അതൊരു ബ്രൗൺ റെഡ് കളറാണ്. ബ്രൗൺ റെഡ്, ബ്രിക്ക് റെഡ് എന്നും പറയാറുണ്ട്, ബ്രൗൺ റെഡ്. അതായത് റെഡും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കൊബാൾട്ട് നൈട്രേറ്റ്. അതിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കളറിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ചെറിയ ചെറിയ വേരിയേഷൻ വന്നേക്കാം. എന്നാലും പൊതുവെ നമുക്ക് കാണപ്പെടുന്ന കളറാണ് ഞാൻ പറഞ്ഞത്. അവരിങ്ങനെ കളർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അതിലുള്ള ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രസൻസ് തന്നെയാണ്. CuSO4 ഡി ബ്ലോക്ക് എലമെൻസ് ആണ്. ഇത് കോപ്പർ ഉള്ളതുകൊണ്ടാണ് അത് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഈ ഡി ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചേഞ്ചസ് കാണിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് ട്രാൻസിഷൻ മെറ്റൽസ്. അതേപോലെ തന്നെ അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റ്സും എന്താണ്? മെറ്റൽസ് ആണ്. കാരണം എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നതാണ്? എല്ലാ എലമെൻറ്റ്സും ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇത്രയാണ് ഡി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി ബ്ലോക്കിൻ്റെ കേസിൽ. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോംസ്, പിന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ എ ഗ്രൂപ്പ് ബട്ട് ആൾസോ ഇൻ എ പീരീഡ്. ഗ്രൂപ്പിൽ മാത്രമല്ല എന്തിലും കാണിക്കുന്നുണ്ട്, പീരീഡിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് variable oxidation state because the energy difference between the outermost D and S subshell is very small. Hence, under suitable condition, both the electrons from 3D and 4s take part in chemical reactions. Hence, it shows variable oxidation state. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ് ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. അതുകൊണ്ടാണ് കളേർഡ് കോമ്പൗണ്ട്സ്. രണ്ടൊന്ന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, കോപ്പർ സൾഫേറ്റ് ബ്ലൂ, പിന്നെ ഫെറസ് സൾഫേറ്റ് ഗ്രീന് എക്സാമ്പിൾസ് പറഞ്ഞു. അതേപോലെ നാലാമതായിട്ട് ഓൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. അപ്പോൾ ഇത്രയാണ് ഡി ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്വയം ചെയ്ത് നോക്കണം. ഈ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് അവസാനമായിട്ട് എഫ് ബ്ലോക്കിനെ കുറിച്ച് കൂടിയാണ് പറയാനുള്ളത്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.